ആന എങ്ങനെയാണ് അവിടെ എത്തിയത് എന്നുള്ളതാണ്. ഈ ആനയെ എഴുന്നള്ളത്തിനോ മറ്റോ കൊണ്ടുവന്നിരുന്നതാണോ? അരുൺകുമാർ, തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ഊട്ടിനെത്തിച്ച ആനയാണ് എന്നാണ് മനസ്സിലാകുന്നത്. ആ ഊട്ടിനായി എത്തിച്ച ആനയാണ്. ഇന്ന് രാവിലെയാണ് കൊല്ലത്ത് നിന്ന് കൊണ്ടുവരുന്നത്. അത്തരത്തിൽ കൊല്ലത്ത് നിന്ന് രാവിലെ ഈ ക്ഷേത്രത്തിൽ ഊട്ടിനായി എത്തിച്ച് കൊണ്ടുവന്ന് കുളിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു. കുളിപ്പിച്ച് കഴിഞ്ഞ് ധരിച്ചു കൊണ്ടുവരുന്ന വഴിയാണ് ആന ഇങ്ങനെ ഇടഞ്ഞോടുന്ന സാഹചര്യം ഉണ്ടായത്. രാവിലെ ഇന്ന് കൊല്ലത്ത് നിന്ന് രാവിലെ എത്തിയതേ ഉള്ളൂ. അതിനുശേഷം ഈ കുളിപ്പിക്കാനായി കൊണ്ടുവന്നതാണ്. സമീപത്തെ കുളത്തിൽ കുളിപ്പിച്ച് തിരിച്ചു കൊണ്ടുപോകുന്ന വഴിയാണ് ഇത്തരത്തിൽ ഇടഞ്ഞോടുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്ന് രാവിലെയാണ് ആന കൊല്ലത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് എത്തുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ശിവൻലക്ഷ്മി എന്ന ആന കൊല്ലത്ത് നിന്നുള്ള ആനയാണ്. ഈ ആന തൃശ്ശൂരിലേക്ക് രാവിലെ എത്തിയ ഉടൻ തന്നെ ഈ കുളിപ്പിച്ച് തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമത്തിനിടയിൽ ഇങ്ങനെ ഇടഞ്ഞോടുന്ന സാഹചര്യമുണ്ടായി. വലിയ പരിഭ്രാന്തി പ്രദേശത്താകെ പരത്തി. ആദ്യഘട്ടത്തിൽ പാപ്പാന്മാർക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. നിരവധി വാഹനങ്ങളും വീടുകളും ഒക്കെയാണ് ഈ ഭാഗികമായി മറ്റും തകർത്തത്. ഇരുചക്ര വാഹനങ്ങൾ നിരവധി എണ്ണം തകർന്നു. ബി ഗോപാലകൃഷ്ണന്റെ വീടിന്റെ മുന്നിലെ വാഹനങ്ങളടക്കം തകർത്തു എന്ന് അദ്ദേഹം നേരത്തെ പറയുന്നത് നമ്മൾ കേട്ടതാണ്. പിന്നീട് ഒരു കാർ അതിനെ പൂർണ്ണമായും തകർത്ത് ഒരു വഴിയിലേക്ക് ഇടിച്ചു ചേർത്ത് നിർത്തുന്ന കാഴ്ചയടക്കം കണ്ടു. അങ്ങനെ നിരവധി വാഹനങ്ങൾ തകർത്ത് വീടുകളുടെ മതിലുകളടക്കം തകർത്ത് വലിയ പരിഭ്രാന്തി പരത്തിക്കൊണ്ട് ഈ പ്രദേശത്തു കൂടെ ആന വിലസുകയായിരുന്നു. ആനക്കലിയുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. വലിയ പരിഭ്രാന്തി പരത്തുന്ന ദൃശ്യങ്ങളായിരുന്നു, ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളായിരുന്നു. ആളുകളൊന്നും തന്നെ ആനയുടെ മുന്നിലേക്ക് പെട്ട് വലിയ അപകടമൊന്നും ഉണ്ടായിട്ടില്ല എന്നത് വലിയ ആശ്വാസമാണ്. കാരണം ഏത് സ്ഥലത്തും വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഒരു പ്രദേശമാണ്. തൃശ്ശൂർ നഗരത്തിൽ തന്നെ വിയൂരിലെ ഗാന്ധിനഗർ എന്ന് പറയുന്ന പ്രദേശമാണ്. ഇതിനകത്ത് ചെറിയ ഇടവഴികളും ചുറ്റും നിറയെ വീടുകളുമൊക്കെയാണ് ചുറ്റുമുള്ളത്. അതിനാൽ തന്നെ ആനയുടെ മുന്നിൽ പെടുന്നവർക്കൊന്നും ഓടി രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് ഏത് സമയത്തും വലിയ അപകടം ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകുന്ന ഒരു പ്രദേശമായിരുന്നു. പക്ഷെ അതൊക്കെ ഒഴിവായി പോയിരുന്നത് വലിയ ആശ്വാസമാണ്. അങ്ങനെ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ, ഏകദേശം മൂന്നാമത്തെ ശ്രമത്തിനൊടുവിലാണ് പൂർണ്ണമായും ആനയെ തളയ്ക്കാനായത്. അങ്ങനെ ഈ കാലിൽ വടം കെട്ടിക്കൊണ്ട് പൂർണ്ണമായും ആനയെ തളയ്ക്കുകയായിരുന്നു. പാപ്പാന്മാർ തന്നെയാണ് ആനയെ തളച്ചത്. ആദ്യഘട്ടത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അടക്കം സംഘം ഇവിടെ എത്തിയിരുന്നു. പിന്നീട് അവരുടെ ഭാഗത്തൊന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. ഇപ്പോഴാ എം എൽ എ സ്ഥലത്തുണ്ട്. സ്ഥലത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കും. അതിൻ്റെ ആവശ്യമില്ലാതെ എനിക്ക് തോന്നുന്നു. ഞാനിപ്പോൾ നോക്കിയപ്പോൾ ആനേനെ ഏകദേശം നിയന്ത്രിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മയക്കോടി വയ്ക്കേണ്ടോ അതിൻ്റെ വിദഗ്ധരായിട്ട് സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യം വരാൻ സാധ്യതയില്ല. പിന്നെ ഇപ്പോൾ പ്രോബ്ലം ഏകദേശം അടങ്ങിയതെന്ന് മനസ്സിലാക്കുന്നത്. അതെ, പിന്നെ അതുമായി ബന്ധപ്പെട്ടവരൊക്കെ പരിശോധന കഴിഞ്ഞ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അതുമായി ബന്ധപ്പെട്ടവരൊക്കെ എത്തിയിട്ടുണ്ട്. CM ആയിട്ട് സംസാരിച്ചു. CM ആയിട്ട് ഫോണിൽ സംസാരിച്ചു. CM ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. ബന്ധപ്പെട്ടവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും ജില്ലാ ഭരണകൂടത്തിന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സംസാരിക്കണം. നമുക്ക് ബന്ധപ്പെട്ട നാശനഷ്ടം അതാണ്. മുഖ്യമന്ത്രിയുമായി അടക്കം MLA സംസാരിച്ചു എന്നാണ് അറിയുന്നത്. അദ്ദേഹം അപ്പോൾ സംസാരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി VD സതീശനുമായി അടക്കം അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി എന്നാണ് MLA രാജൻ ജെ പല്ലൻ ഇപ്പോൾ അറിയിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വലിയ ഗുരുതരമായ സാഹചര്യം ഒഴിഞ്ഞ്, അപകടമായ സാഹചര്യം ഒഴിഞ്ഞു എന്ന് തന്നെയാണ് വലിയ ആശ്വാസകരമായ കാര്യം. ആനയെ ഒരു പറമ്പിൽ തളച്ച് നിർത്തിയിരിക്കുകയാണ്. നാശനഷ്ടം കൊടുക്കുന്ന കാര്യങ്ങളടക്കം പിന്നീട് തീരുമാനിക്കുമെന്നാണ് അറിയുന്നത്. കടയുടെ മുമ്പിലുള്ള മതില്, കടയിലുള്ള സാധനങ്ങൾ എല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. ആനനെ തളച്ചിട്ട വീടിന്റെ മതിലും ആന നശിപ്പിച്ചിട്ടാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ ഈ സംഭവിച്ചിട്ടുള്ള നാശനഷ്ടങ്ങൾക്ക് അവർക്ക് അടിയന്തര ധനസഹായം നൽകും. അതെ, ഇത് അടിയന്തരമായി ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുമായി ആലോചിച്ച് അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകും. ഏതായാലും ജില്ലാ ഭരണകൂടത്തിനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുമിച്ച് ഒരു കൂട്ടായ തീരുമാനമെടുക്കും. അതാണ് ഇനി ഈ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ വലിയ നാശനഷ്ടം ഉണ്ടായ ആളുകൾക്ക് ആര് നഷ്ടപരിഹാരം കൊടുക്കുമെന്നുള്ള കാര്യത്തിലടക്കം ഇനി തീരുമാനം വരേണ്ടതുണ്ട്. വലിയ തരത്തിലുള്ള നാശനഷ്ടമാണ് ഈ പ്രദേശത്താകെ ഉണ്ടായിട്ടുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും ഇനി ഏത് ക്ഷേത്രത്തിലേക്കാണ് ഊട്ടിന് വേണ്ടി ആനയെ കൊണ്ടുവന്നത്, അവിടെ നിന്ന് എന്തെങ്കിലും കൊടുക്കുമോ എന്നറിയില്ല. എന്തായാലും ആന ചക്ക കിട്ടി, ആന ഹാപ്പിയായി. വാഴപ്പിണ്ടിയും വാഴത്തടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആനയ്ക്ക് ഇന്ന് ഊട്ടിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷേ ഈ ഊട്ടാണ് നടക്കാൻ പോകുന്നുള്ള കാര്യം ആനയെടുത്ത് ആര് പറഞ്ഞു കൊടുക്കും? അതൊരു പ്രശ്നമാണല്ലോ. അതുകൊണ്ട് ആന കുറച്ചു നേരം വിശപ്പുള്ളത് കൊണ്ട് അല്പം പരിഭ്രാന്തിയുള്ളതായതാണോ ആർക്കറിയാം. എന്തായാലും ആന തൽക്കാലത്തേക്കൊന്ന് ശാന്തമായിട്ട് നിൽപ്പുണ്ട്. ആനയെ തളച്ചിട്ടുണ്ട്. വിയൂരിലാണ്, ജനവാസ മേഖലയിലാണ് ശിവം ലക്ഷ്മി എന്ന് പറയുന്ന ആന ഇടഞ്ഞത്. കൊല്ലത്തുനിന്ന് കൊണ്ടുവന്ന ആനയാണ്. ഒരു ആനയെ ഒരു ക്ഷേത്രത്തിലെ ഊട്ടിന് കൊണ്ടുവന്നതാണെന്നാണ് പറയുന്നത്. കുളിപ്പിച്ചുകൊണ്ടിരുന്നപ്പം ഒരുപക്ഷെ വിശന്നിട്ടുണ്ടാവും. പുറത്തിറങ്ങി വന്നു, ചക്കയും വാഴത്തടയൊക്കെ കണ്ടു. ആൾ ഹാപ്പിയായി ഇപ്പം ശാന്തനായി നിൽപ്പുണ്ട്.